ഹരിതവൽക്കരണത്തിനൊരുങ്ങി എടയാർ വ്യവസായ മേഖല. അന്തരീക്ഷ ഭൗമ മലിനീകരണം തടയുന്നതിനായി വൃക്ഷത്തൈകൾ നട്ടു. ESSIA-യുടെ സമൂഹത്തോടും നാടിനോടുള്ള കടപ്പാടും വിധേയത്വവും പ്രകടമാക്കുകയാണ് ഈ യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീമൻ നാരായണൻ. 350ഓളം വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന എടയാർ വ്യവസായ മേഖലയിലെ അന്തരീക്ഷ ഭൗമ മലിനീകരണം തടയുന്നതിനായാണ് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. ബൃഹത്തായ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം DIC ജനറൽ മാനേജർ P. നജീബും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിലും ശ്രീമൻ നാരായണനും ചേർന്ന് ആദ്യ തൈകൾ നട്ട് നിർവഹിച്ചു. ESSIA-യുടെ സമൂഹത്തോടും നാടിനോടുമുള്ള കടപ്പാടും വിധേയത്വവും പ്രകടമാക്കുകയാണ് ഈ യജ്ഞം നടപ്പാകുന്നതിലൂടെ തെളിവാകുന്നതെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷം ശ്രീമൻ നാരായണൻ പറഞ്ഞു. ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് കയറിയുള്ള പ്രവർത്തനവും അനുവദനീയമല്ല. ഈ പ്രകൃതിയിൽ എല്ലാം ബഹുമാനിച്ചു വേണം. ഈ പരിസ്ഥിതി ദിനം പാവനത ഉറപ്പാക്കുന്നത്, ശുദ്ധി ഉറപ്പാക്കുന്നത്, പൂർണ്ണത ഉറപ്പാക്കുന്നത്, സ്ഥിതി ഉറപ്പാക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. വ്യവസായ മേഖലയിലെ ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും കൂടുതലായി നടുന്നത് ആര്യവേപ്പ് തൈകളാണ്. യോഗത്തിൽ അസോസിയേഷൻ സെക്രട്ടറി V. നരേന്ദ്രകുമാർ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് തോമസ് വാടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, DIC P. നജീബ്, സലാം മണക്കാടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എനിക്ക് തോന്നുന്നു 150 വ്യവസായശാലകളുണ്ട്. ഓരോ ഭാഗവും ഓരോ 1, 2, 3, 5 കമ്പനിക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ, ഈ 10 കമ്പനിക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവിടെ മനോഹരമായ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ഒരു പൂങ്കാവനമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് കാണുമ്പോൾ തന്നെ ഈ പ്രദേശത്തേക്ക് വരുന്ന ആളുകൾക്ക് ഇത്തരം ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ ഇവിടുത്തെ വ്യവസായ ശാലകളെ സംബന്ധിച്ച് വലിയൊരു മതിപ്പുണ്ടാവും. ന്യൂസ് ബ്യൂറോ, കളമശ്ശേരി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,